ഹലോ ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സർക്കാർ സർവീസിലെ വിവിധ തൊഴിൽ മേഖലകളെ പറ്റി ഒരു കോമൺ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5-6 മാസമായി കരിയർ അപ്ഡേറ്റ്സിലൂടെ വന്ന വേക്കൻസികളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമായും ഇതിനെ 4 ഘട്ടങ്ങളായി തിരിക്കാമെന്നും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ക്രമീകരിക്കാമെന്നുമാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഇത്രയധികം വേക്കൻസി സർക്കാർ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അത്ഭുതമാണെന്ന്. വേറൊരാൾ പറഞ്ഞത്, റിസർവേഷനൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലെന്നും. ഇതൊക്കെ നമ്മുടെ സമീപനത്തിൻ്റെ വ്യത്യസ്തത മാത്രമാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് കുറഞ്ഞത് ഒരു 2 ലക്ഷം വേക്കൻസി എങ്കിലും കേന്ദ്ര സർക്കാരിലെ വിവിധ മേഖലയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് അനുയോജ്യമായ ഒരെണ്ണം കണ്ടുപിടിക്കുകയും അതിൽ നമുക്ക് നേടാനൊക്കുകയും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഓരോന്നിനും ചില കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആമുഖത്തോടു കൂടി ഞാൻ കൂടുതൽ വിശദമായ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സർക്കാർ മേഖലയിൽ സാധാരണ കണ്ടുവരുന്ന വേക്കൻസികളെ പ്രധാനമായിട്ടും നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് തീർച്ചയായും നിങ്ങൾക്കെല്ലാം അറിവുള്ള UPSC നടത്തുന്ന പരീക്ഷകളാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെയാണ്. അതായത് IAS, IPS, IFS തുടങ്ങി 23 ഡിഫറെൻറ്റ് ഗ്രേഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ കൂടി നടക്കുന്നത്. എന്നാൽ UPSCയുടെ തന്നെ മറ്റ് ചില മേഖലകളെപ്പറ്റി ഒന്നുകൊണ്ടിൽ നമ്മൾ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നതായി കാണുന്നുണ്ട്. UPSC തന്നെ നടത്തുന്നതാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്കുള്ള IAS എക്സാമിനേഷൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കുള്ള ISS എക്സാമിനേഷൻ, CRPF, CEF തുടങ്ങിയ ആംഡ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ എക്സാമിനേഷൻ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ ഒക്കെ. UPSC നടത്തുന്ന എക്സാമിനേഷനുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മിക്കവാറും എല്ലായിടത്തും ഗ്രാജുവേഷനാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 2 മേഖലയായിട്ട് ടെസ്റ്റ് നടക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ കാണും, മെയിൻ എക്സാം കാണും, അതിനുശേഷം ഇൻ്റർവ്യൂവും കാണും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഉത്തരം അറിയാമോ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ചോദ്യം എങ്ങനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു സബ്ജക്റ്റിനെ എങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ UPSC എക്സാമിനേഷന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് ആഴത്തിലുള്ള ഒരു പഠനമാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു പേപ്പർ മാത്രമേ കവർ ചെയ്തിട്ടുള്ളെങ്കിലും, ഒരു സബ്ജക്റ്റിനെ പറ്റി മാത്രമേ പഠിച്ചിട്ടുള്ളെങ്കിലും അതിനെപ്പറ്റി ആഴത്തിലുള്ള പഠനം നിങ്ങൾക്കുണ്ടാവണം. നേരിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നും തന്നെ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ വട്ടമേശ സമ്മേളനത്തിനെ പറ്റി പഠിക്കുകയും അത് ഏത് വർഷമാണ് നടക്കുകയും ഒക്കെ പഠിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും UPSC അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും എന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ഒരുപക്ഷെ UPSCയുടെ മേഖലയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചോദിക്കാൻ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നത് വട്ടമേശ സമ്മേളനത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലുണ്ടായ ഇമ്പാക്റ്റുകളായിരിക്കാം. അല്പം കൂടെ കഠിനമായി പറഞ്ഞാൽ ഒരു 3-4 ഇമ്പാക്റ്റുകൾ അവർ പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് 1 ആണ് കറക്റ്റ്, 1 and 2 ഈസ് കറക്റ്റ്, 1 and 3 കറക്റ്റ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തന്നുകൊണ്ട് നിങ്ങളുടെ ആ സബ്ജക്റ്റിലെ പറ്റിയുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യം മനസ്സിലാക്കുന്ന മെത്തേഡാണ് UPSCയിലുള്ളത്. അപ്പോൾ UPSC എക്സാമിനേഷനാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ എന്തൊക്കെ പഠിച്ചിരുന്നാലും നിങ്ങൾ അത് ആഴത്തിൽ പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സത്യത്തിൽ NCERT സിലബസിലെ ബുക്കുകൾ തന്നെയാണ്. നിങ്ങൾ 8, 9, 10 ഒപ്പം 11, 12 ക്ലാസ്സുകളിൽ പഠിച്ച NCERT ബുക്കുകളിലെ സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും ബുക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായൊരു ആവശ്യത്തിനുള്ള നോളജ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കിട്ടും. മറ്റ് വിഷയങ്ങളുമൊക്കെ ഉണ്ട്.
കൂടുതലായി UPSC എക്സാമിനേഷനെ പറ്റി ഒന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേക്കൻസി വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. UPSC എക്സാമിനേഷനെ പറ്റി ഭാഗ്യവശാൽ സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി നല്ലൊരു ജ്ഞാനം നമ്മുടെ കുട്ടികൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിനെയും ഇന്ത്യൻ ഇക്കണോമിക് സർവീസിലെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ പറ്റിയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ആ പഠന രീതിയും അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വിവിധ എക്സാമിനേഷനാണ്. സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന വിവിധ എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിനി സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്ന CGL എക്സാമിനേഷനാണ്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണിത്. ഗ്രാജുവേറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും ഈ ടെസ്റ്റ് നടക്കും. ഇതിൽ നിങ്ങളുടെ എൻട്രി കേഡർ എന്ന് പറയുന്നത് ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് ഓഫീസർ കേഡറിൽ കിട്ടും. അതിന് തൊട്ടു താഴെയുള്ള റാങ്ക് ലഭിക്കുന്നവർക്ക് ക്ലറിക്കൽ ഗ്രേഡും ഓഡിറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങിയ ഗ്രേഡിലേക്കാണ് കിടക്കുന്നത്. ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 4 സ്ട്രീമിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും, ജനറൽ അവയർനെസ്സിൽ നിന്ന് വരും, മാത്തമാറ്റിക്സിൽ നിന്ന് വരും, ഒപ്പം റീസണിങ്സിൽ വരും. ഞാൻ അവർ നടത്തുന്ന 2 എക്സാമിനേഷനെ കൂടി ഇതിനോടൊപ്പം പറയാം. സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന രണ്ടാമത്തെ എക്സാമിനേഷൻ CHSലാണ്, അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. 12ാം ക്ലാസ് മാത്രം വരെ പഠിച്ചവർക്ക് ജയിച്ചവർക്കുള്ള എക്സാമിനേഷനാണ് CHSL എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻട്രി കേഡറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയിരിക്കും. ഇവർ നടത്തുന്ന 3ാമത്തെ എക്സാമിനേഷനാണ് MTS എക്സാമിനേഷൻ, അതായത് 10ാം ക്ലാസ് വരെ പഠിച്ചവർക്കുള്ളത്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ്സ് എഴുതാറുണ്ട്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എഴുതാറുണ്ട്. അതൊക്കെ നമ്മളുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റിന്റെ ആഴവും ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ്. ഈ 3 എക്സാമിനേഷനും സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന എക്സാമിനേഷന്റെ കോമൺ പാറ്റേൺ ഒരുപോലെയാണ്. അതായത് ഇംഗ്ലീഷിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും ജനറൽ അവയർനെസ്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 4 പോർഷനുകളിൽ 25% ക്വസ്റ്റ്യൻ വീതം വന്ന് 100% തികയ്ക്കുന്നതാണ് ഇതിൻ്റെ ജനറൽ രീതി. ഈ എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഇല്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും പേടിയുള്ള കടമ്പ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർവ്യൂവിൽ അത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന ഈ എക്സാമിനേഷൻ എപ്പോഴും നമ്മൾക്ക് വളരെയധികം ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതാണ്. UPSC എക്സാമിനേഷനെയും സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷനെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷൻ ഒരു കണക്കിന് പോസ്റ്റിംഗ് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ പ്രദേശത്തും അവിടെ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു പ്രദേശത്ത് മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന എക്സാമിനേഷനും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും സാധാരണ സിലബസ് എന്ന് പറയുന്നത് ഏതാണോ മിനിമം ക്വാളിഫിക്കേഷൻ അതുവരെയുള്ള സിലബസേ ഉള്ളൂ. അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ CGL എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം. CHSL ആണെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. MTSന് 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോഴാണ് ഈ ഗ്രാജുവേറ്റ്സ് കയറി CHSL എക്സാമിനേഷൻ എഴുതുമ്പോൾ അവർക്കുള്ള സാധ്യത നാച്ചുറലി അല്പം കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഈ എക്സാമിനേഷന് ഈ 4 സബ്ജക്റ്റ് പൊതുവെ ഉണ്ടാകും. 3ാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിൽ ദാതാവ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ അവരവരുടെ തന്നെ സിസ്റ്റം വെച്ചിട്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ കൂടെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർക്ക് ടെക്നിക്കൽ ഗ്രേഡ് ഉണ്ട്, നോൺ ടെക്നിക്കൽ ഗ്രേഡ് ഉണ്ട്. ഈ സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ ടെക്നിക്കൽ ഗ്രേഡുകളും ഒപ്പം ടിക്കറ്റ് എക്സാമിനർ പോലെയുള്ള നോൺ ടെക്നിക്കൽ കേഡറുകളുമുണ്ട്. അവർക്ക് തന്നെ 12ാം ക്ലാസ് പാസ്സായവർക്കുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്.
അവർക്ക് തന്നെ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് വരുന്ന 10ാം ക്ലാസ് പാസ്സായവർക്കുള്ള എക്സാമിനേഷനും ഉണ്ട്. ഏതാണ്ട് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ അനേകം വേക്കൻസി വന്നിട്ടുമുണ്ട്, നിങ്ങൾ പലരും എഴുതിയിട്ടുമുണ്ടാവും. ഞാൻ ഇപ്പോഴിത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങളൊക്കെ ഏതാണ്ട് എക്സാമിനേഷൻ തീരുന്ന അവസ്ഥയിലാണ്. 12ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാവാം, ഗ്രാജുവേഷൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുണ്ടാവാം, ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിന് വേണ്ടി പ്രവേശിക്കുന്നൊരു ഗ്യാപ്പ് കിട്ടുന്നവരുണ്ടാകാം. അപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്ത എവിടേക്കാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ചിന്ത വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷനുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഇതിൻ്റെയും എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സാധാരണ മാത്തമാറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ജനറൽ അവയർനെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും, റീസണിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ചിലതിലൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പം 4 പേപ്പർ തന്നെയാണ്. അടുത്ത 4ാമത്തെ നമ്മുടെ രാജ്യത്തെ തൊഴിൽദാതാവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടർ തന്നെയാണ്. ബാങ്കിങ് സെക്ടറുകൾ ഓഫീസർ കേഡറുകളിലേക്കും റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, നോൺ ഓഫീസർ കേഡറിലേക്കും റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. ഒപ്പം ബാങ്കിങ് സെക്ടറിൽ ടെക്നിക്കൽ ഗ്രൗണ്ടിലേക്കും ഈ അടുത്ത കാലത്തായി വളരെയധികം വേക്കൻസി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിടെക് ഗ്രാജുവേറ്റ്സിനൊക്കെ വളരെയധികം പ്രധാന ജോലി സാധ്യതയുള്ളത്, അഗ്രികൾച്ചറൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓഫീസർ കേഡറിലുമൊക്കെ വേക്കൻസി വരുന്നുണ്ട്. ഈ ബാങ്കിങ് സെക്ടറിൽ വരുന്നതിൻ്റെയും സാധാരണ ക്വസ്റ്റ്യനുകൾ എപ്പോഴും വരുന്നത് റീസണിങ്ങിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാത്തമാറ്റിക്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാകും, ജനറൽ അവയർനെസ് ഉണ്ടാകും, കുറച്ച് ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ ഡേറ്റ അനാലിസിസിലൂടെ ഒരു എംഫസൈസ് കൂടെ ഉണ്ടാകും. എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്ത ഷെയർ ചെയ്യുന്നത്, സത്യത്തിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനേഷനും റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ എക്സാമിനേഷനും ഏതാണ്ട് ഒരേ പാറ്റേണിലാണ്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷന്റെ എക്സാമിനേഷന് വേണ്ടി വളരെ ഡീപ്പായി പഠിക്കുന്നവർക്ക് കണ്ടുവരുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടക്കുന്ന എക്സാമിനേഷൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിന്റെ എക്സാമിനേഷൻ പാറ്റേണും ഏതാണ്ട് ഇതുപോലെയാണ്. പക്ഷേ അവരുടെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസും റീസണിങ്സിന്റെ ക്വസ്റ്റ്യൻസും അല്പം കൂടെ നിലവാരം ഉയർന്നതായിരിക്കും. അത് ശമ്പളവും അല്പം ഉയർന്നതായിരിക്കും, നിലവാരവും അപ്പോൾ ഉയർന്നതായിരിക്കും. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ബാങ്കിങ് സെക്ടറും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാമിനേഷനും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷനും ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ ഒരേ പാറ്റേണിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ടാർഗറ്റ് നോക്കുന്നവർക്ക് അതനുസരിച്ച് പ്രിപ്പറേഷൻ നടത്താം. സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന ടാർഗറ്റ് നോക്കുന്നവരുടെ പ്രിപ്പറേഷൻ പാറ്റേൺ അല്പം മാറി വരും. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ഇതൊക്കെ ജനറലി മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. മറ്റ് വേക്കൻസി വരുന്നതിനനുസരിച്ച് ഓരോ എക്സാമിനേഷനെ പറ്റിയും പേപ്പറുകളെ പറ്റിയും കൂടുതൽ പറയാൻ പറ്റും. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, ഗവൺമെന്റ് സർവീസിലേക്ക് ജോലി പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. ഒന്ന്, കുറഞ്ഞത് 12ാം ക്ലാസ് വരെയെങ്കിലും നിങ്ങൾ പഠിച്ച മാത്തമാറ്റിക്സ് നിങ്ങളൊന്ന് ബ്രഷ് ചെയ്യണം. ഈ അവധി കാലഘട്ടത്തിൽ അതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. മാത്തമാറ്റിക്സിനെ പറ്റി കേൾക്കുമ്പോഴേ കുറേ കുട്ടികൾക്ക് പേടിയുണ്ട്, കുറേ തിയറംസ് ഒക്കെ ഇല്ലേ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. പക്ഷേ ഇതൊന്നും ഇതിനകത്ത് വരാറില്ല. സാധാരണ എക്സാമിനേഷൻ പാറ്റേണിൽ വരുന്ന ചില പോർഷൻസ് ഉണ്ട്, ആ പോർഷൻസ് മാത്രം ശ്രദ്ധിച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് പറയുവാനുള്ളത്, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ആണെങ്കിലും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ ആണെങ്കിലും, ടൈം ആൻഡ് ഡിസ്റ്റൻസും ഒക്കെ ആണെങ്കിലും, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സീരിയസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സിലബസ് മാത്രം നോക്കി മാത്തമാറ്റിക്സ് പഠിച്ചാൽ മതി. രണ്ടാമത് റീസണിങ് എന്നുള്ളതാണ്. റീസണിങ് വളരെ സത്യത്തിൽ നിങ്ങൾ ചെയ്തു നോക്കാമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ച ഒരു കുട്ടി പറഞ്ഞത്, സുഖമില്ലാതെ കിടപ്പായിരുന്നു, പക്ഷെ എങ്കിൽ പോലും എല്ലാ ദിവസവും 1-2 മണിക്കൂർ റീസണിങ് ചെയ്യാൻ പറ്റി, അത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റീസണിങ് എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പേപ്പറാണ്. അത് നിങ്ങൾക്ക് സ്ലോവിലി പഠിക്കാം. പ്രത്യേകിച്ച് ഞാൻ കണ്ടുവരുന്നത്, ഈ മലയാളികളുടെ ഒരു പ്രത്യേകത, ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ വശങ്ങളും ചിന്തിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്വഭാവം നമ്മൾക്കുണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം
ലോജിക്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ റീസണിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിരമായി പത്രവായന ഉണ്ടായിരിക്കണം. അത് ഇന്റർനെറ്റിൽ കൂടെ വായിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയുന്നത് 1-2 പത്രമെങ്കിലും സ്ഥിരമായി നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അത് പ്രിന്റ് മീഡിയയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഒപ്പം കോമ്പറ്റീഷന് വേണ്ടി വരുന്ന ചില മാഗസിൻസ് ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയാത്തത് ഞാൻ ഒരു ഏജൻസിയും പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയുവാനുള്ളത് 1-2 പത്രങ്ങൾ സ്ഥിരമായി വായിക്കുക. അപ്പോൾ പത്രം വായിക്കുമ്പോൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത് ഒരു കൊച്ചു ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ അതിലൊന്ന് കുറിച്ചിടണം. എന്ത് കുറിച്ചിടണമെന്നൊന്നുമല്ല, വെറുതെ ഒന്ന് കുറിച്ചിട്ടാൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ അത് വെറുതെ ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലതൊക്കെ നിങ്ങളുടെ കുറിപ്പുകൾ വളരെ രസകരമായി തോന്നും, ചില കുറിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നും. പിന്നെ ഈ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ള ഒരു അഡ്വൈസ്, സാധാരണ നമ്മൾ എഴുതി വെക്കുന്നത് ഇന്ന് ലാപ്ടോപ്പിൽ എഴുതി വെക്കുന്ന ഒരു ശീലം ഞാൻ കാണാറുണ്ട്. എനിക്ക് നിർബന്ധമായി പറയുവാനുള്ളത്, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എഴുതി വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വെക്കണം. കാരണം അത് നോട്ട്ബുക്കിൽ തന്നെ എഴുതണം. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കഴിയുമ്പോൾ ഒരു തെറ്റൊക്കെ വന്നു കഴിഞ്ഞൊന്ന് കട്ട് ചെയ്തെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കളർ പെൻ അനുസരിച്ച് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, പലപ്പോഴും ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഈവൻ എക്സാമിനേഷൻ ഹാളിൽ പോലും നിങ്ങൾ ഓർക്കും, ആ ബുക്കിൽ ഞാൻ ആ നീലമഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത പോർഷനാണല്ലോ ഇതെന്ന്. കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഹൈലൈറ്റിങ്ങിനൊക്കെ പ്രൊവിഷൻ ഉണ്ടെങ്കിലും അതത്ര എഫക്റ്റീവ് ആവുകയില്ല. രണ്ടാമത്തത്, മാത്തമാറ്റിക്സ് പഠിക്കുന്നവരോട് പറയുവാനുള്ളത്, കാൽക്കുലേറ്റർ എന്ന ഒരു സാധനം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ ഉപയോഗിക്കരുത്. കാരണം അത് നിങ്ങളുടെ സ്പീഡിനെ അതിശക്തമായി സ്വാധീനിക്കും. പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലുള്ള എക്സാമിനേഷനാണ് ഞാൻ പറഞ്ഞത്. മറ്റു കുറേ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് നിർബന്ധമായി ചെയ്യേണ്ട ഒരു പേപ്പർ ഗേറ്റ് എക്സാമിനേഷനാണ്. ഗേറ്റ് എക്സാമിനേഷൻ പ്രധാനമായി നിങ്ങൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എംടെക്കിന് അഡ്മിഷൻ കിട്ടുന്നതാണ് എന്നുള്ളതായിരിക്കും. അതിനപ്പുറത്ത് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഓഫീസുകളിൽ ഓഫീസർ പദവിയിലേക്ക് ആളിനെ എടുക്കുന്നത് പലപ്പോഴും ഗേറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ വെച്ചിട്ടുണ്ടെന്നാണെന്നുള്ളത് ചിലർക്കെങ്കിലും അറിയില്ല. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ നിർബന്ധമായി ഗേറ്റ് ഒന്ന് എഴുതണം. നമ്മളുടെ സ്കോർ നമ്മൾക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള 4 മേഖലയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, UPSC നടത്തുന്ന എക്സാമിനേഷൻ. രണ്ടാമത്തത്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ. മൂന്നാമത്തത്, ബാങ്കിങ് സെക്ടറുകൾ നടത്തുന്ന എക്സാമിനേഷൻ. നാലാമത്തത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാമിനേഷൻ. ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ നടത്തുന്ന എക്സാമിനേഷനിലുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറുമായിട്ട് നമ്മൾക്ക് മേർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ജനറൽ ഐഡിയ തന്നത്, എവിടെയാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മളുടെ തയ്യാറെടുപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നോട്ടിഫിക്കേഷൻ വന്നിട്ട് ശേഷം ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. എക്സാമിനേഷൻ എഴുതുന്നത് തുടർച്ചയായി എഴുതുന്നതായിരിക്കണം. പ്രിപ്പറേഷൻ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കണം. വേക്കൻസി വരുന്ന മുറയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും എക്സാമിനേഷൻ വരുമ്പോൾ എക്സാമിനേഷൻ എഴുതുന്ന ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പഠനം എവിടെ പോയി പഠിക്കും? ഓൺലൈൻ പറ്റുമോ? ഓൺലൈൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തുടക്കക്കാരെങ്കിലും ഓഫ്ലൈൻ കോഴ്സുകൾ പോകണം. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്ര ഉയർന്നതാണോ എന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടും. അവർ പഠിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇടവും വലവും നോക്കിയിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് പഠിക്കുമ്പോൾ കൂടുതൽ പഠിച്ചുപോയി എന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് നമ്മൾ ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ കോഴ്സോടുകൂടി തുടങ്ങുക. അതിനുശേഷം
സ്വയം പ്രിപ്പയർ ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായതിനു ശേഷം ഓൺലൈനിലേക്ക് മാറുകയോ വീട്ടിൽ നിന്ന് പഠിക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഓഫ്ലൈനിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വേക്കൻസി വരുന്ന മുറയ്ക്ക് അതാത് എക്സാമിനേഷനെ പറ്റി വിശദമായ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊരു കോമൺ വീഡിയോ എന്ന നിലയ്ക്ക് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, ഗ്രാജുവേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പരിചയക്കാരിലെല്ലാം എത്തിക്കുക. ഇൻഡിവിജ്വൽ വീഡിയോ ഇനിയും വരും എന്നുള്ളത് കൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.